എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വാട്ടർമെലൺ വെച്ചിട്ടുള്ളൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കസ്കസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം എടുക്കാം. അത് ഞാനൊരു ബൗളിലോട്ട് ഇട്ടിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കാം. ഒരു 2-3 മിനിറ്റിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഐറ്റമാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കസ്കസാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാട്ടർമെലൺ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. മാക്സിമം അതിൻ്റെ സീഡ്സ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ 1 ഗ്ലാസ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡോ കണ്ടൻസ്ഡ് മിൽക്കോ ഇത് രണ്ടും ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കുന്നതിനെക്കാട്ടിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കുറച്ചും കൂടി ടേസ്റ്റി ആവും നമ്മുടെ ഡ്രിങ്ക്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലോൺ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് വേണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം, മധുരം വേണ്ട എന്നുള്ളവർക്ക്. അതല്ല എങ്കിൽ ഷുഗർ ആണെങ്കിലും നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് അളവിലുള്ള പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വാട്ടർമെലോൺ, കുറച്ച് ആപ്പിൾ, അതുപോലെ തന്നെ ഗ്രേപ്സ്, ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വാട്ടർമെലോൺ മാത്രം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചാലും മതി. ഇനി സെർവിങ് ഗ്ലാസ്സിലോട്ട് ആദ്യം തന്നെ കുറച്ച് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇല്ലേ, അതിൽ നിന്നും കൂടെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്കിതെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സെർവ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നമ്മൾ ആ ഒരു ജ്യൂസും ഈ ഫ്രൂട്ട്സും അതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് സെർവ് ചെയ്താലും മതി. നമ്മുടെ ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. അതുപോലെ മധുരം, നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ വീണ്ടും നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം കുറച്ച് മതിയെങ്കിൽ ഓക്കെ, അല്ല അഡീഷണൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ അഡീഷണൽ വന്ന് നമ്മുടെ കസ്കസും അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും ഒക്കെ ഇല്ല, അത് മേളിലായിട്ട് വീണ്ടും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നല്ല അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്